Hello students, Plus 1 Mathematics, Complex Numbers and Quadratic Equations എന്ന അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന കൂടുതൽ പ്രോബ്ലംസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എക്സസൈസ് 5.2ലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ആർഗ്യുമെന്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. Polar form of a complex number is r into cos theta plus I sin theta. അതിൽ cos തീറ്റയുടെയും sin തീറ്റയുടെയും സൈനിനനുസരിച്ച് എങ്ങനെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. sin തീറ്റയുടെ വാല്യൂ പോസിറ്റീവും cos തീറ്റയുടെ വാല്യൂ പോസിറ്റീവ്. അപ്പോൾ കോസ് തീറ്റയും സൈൻ തീറ്റയും പോസിറ്റീവ് ആണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടേബിളിലെ വാല്യൂ ആയിരിക്കും ആർഗ്യുമെന്റ് വരിക. അപ്പോൾ നമുക്ക് 4 ക്വാഡ്രന്റിനെ പറ്റി അറിയാം. ദിസ് വൺ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് തീറ്റയും സൈൻ തീറ്റയും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ആർഗ്യുമെന്റ് ടേബിളിൽ എന്ന വാല്യൂ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റില് സൈൻ പോസിറ്റീവ് ആണ്, പക്ഷേ കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിന്റെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? പൈ മൈനസ് ടേബിൾ വാല്യൂ. അപ്പോൾ ആർഗ്യുമെന്റ് ഈക്വൽ ടു പൈ മൈനസ് ടേബിൾ വാല്യൂ. അപ്പോൾ സൈൻ തീറ്റ പോസിറ്റീവും കോസ് തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ ആർഗ്യുമെന്റ് ഈക്വൽ ടു പൈ മൈനസ് ടേബിൾ വാല്യൂ. നെക്സ്റ്റ് സൈൻ തീറ്റ നെഗറ്റീവ്, കോസ് തീറ്റ പോസിറ്റീവ്. അത് ഏത് ക്വാഡ്രന്റിലാണ്? ഫോർത്ത് ക്വാഡ്രന്റിലാണ് സൈൻ തീറ്റ നെഗറ്റീവും കോസ് തീറ്റ പോസിറ്റീവും കിട്ടുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിലായതുകൊണ്ട് ആർഗ്യുമെന്റ് ഈക്വൽ ടു മൈനസ് ടേബിൾ വാല്യൂ. നെക്സ്റ്റ് സൈൻ തീറ്റയും കോസ് തീറ്റയും നെഗറ്റീവ് ആണെങ്കിൽ തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പൈ മൈനസ് ടേബിൾ വാല്യൂടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ഓഫ് പൈ മൈനസ് ടേബിൾ വാല്യൂ. നമുക്കറിയാം പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് മൈനസ് പൈ മുതൽ പൈ വരെയാണ്. അപ്പോൾ ഈ ക്വാഡ്രന്റിലാകുമ്പോൾ മൈനസ് ഓഫ് പൈ മൈനസ് ടേബിൾ വാല്യൂ ആയിരിക്കും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടേബിൾ വാല്യൂ മൈനസ് പൈ കിട്ടും. അപ്പോൾ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊന്ന് പഠിച്ചിരിക്കണം പോളാർ ഫോം ചെയ്യണമെങ്കിൽ. അപ്പോൾ രണ്ടും പോസിറ്റീവ് കിട്ടുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ടേബിൾ വാല്യൂ ആയിരുന്നു ആർഗ്യുമെന്റ്. ഇനി രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ടേബിൾ വാല്യൂ മൈനസ് പൈ. സൈൻ തീറ്റ പോസിറ്റീവും കോസ് തീറ്റ നെഗറ്റീവും ആണെങ്കിൽ പൈ മൈനസ് ടേബിൾ വാല്യൂ. സൈൻ തീറ്റ നെഗറ്റീവും കോസ് തീറ്റ പോസിറ്റീവും ആണെങ്കിൽ മൈനസ് ടേബിൾ വാല്യൂ. ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ടേബിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ടേബിൾ നോക്കിയിട്ടുള്ള വാല്യൂവിനെയാണ് ടേബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് പഠിച്ചിരിക്കണം. ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. Represent the complex number z equal to -1 plus I in the polar form. So, -1 plus I equal to r into cos theta plus I sin theta. Bracket remove ചെയ്താൽ -1 plus 1i equal to r cos theta plus I r sin theta. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പയർ ചെയ്യുക. അപ്പൊ ആർ കോസ് തീറ്റന്റെ പ്ലേസിൽ -1 ആണ്. അപ്പൊ ആർ കോസ് തീറ്റ ഈക്വൽ ടു -1. ഇമാജിനറി പാർട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ ആർ സൈൻ തീറ്റ ഈക്വൽ ടു 1.
അപ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പയർ ചെയ്താൽ ആർ കോസ് തീറ്റ ഈക്വൽ ടു -1 കിട്ടും, ആർ സൈൻ തീറ്റ ഈക്വൽ ടു 1. Then in the next step find out r, that is modulus of z. Formula root a square plus b square. Here a equal to -1, b equal to 1. For root of -1 whole square plus 1 square, root 1 plus 1 equal to root 2 കിട്ടും. Then ഈ മോഡുലസ് വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുന്നു? റൂട്ട് 2 കോസ് തീറ്റ ഈക്വൽ ടു -1, റൂട്ട് 2 സൈൻ തീറ്റ ഈക്വൽ ടു 1, കോസ് തീറ്റ ഈക്വൽ ടു -1/√2, സൈൻ തീറ്റ ഈക്വൽ ടു 1/√2. അപ്പൊ ഇവിടെ കിട്ടുന്നത് കോസ് തീറ്റ നെഗറ്റീവ് ആണ്, സൈൻ തീറ്റ പോസിറ്റീവ് ആണ്. ഏത് ക്വാഡ്രന്റിലാണ് ഇങ്ങനെ വരുന്നത്? സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവും വരുന്നത് ഏത് ക്വാഡ്രന്റില്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ആർഗ്യുമെന്റ് തീറ്റ ഈക്വൽ ടു പൈ മൈനസ് ടേബിൾ വാല്യൂ. വാട്ട് ഈസ് ടേബിൾ വാല്യൂ? കോസ് 1/√2 കിട്ടുന്നത് ഏത് ആംഗിളിനാണ്? 1/√2 കിട്ടുന്നത് 45 ഡിഗ്രി, ദാറ്റ് ഈസ് π/4 ആണ്. അപ്പോൾ പൈ മൈനസ് π/4, 4π മൈനസ് π, 3π/4. ഹെൻസ് ആർഗ്യുമെന്റ് തീറ്റ ഈക്വൽ ടു 3π/4. അപ്പോൾ മോഡുലസ് √2 എന്നും കിട്ടി, ആർഗ്യുമെന്റ് 3π/4 കിട്ടി. ഇത് രണ്ടും പോളാർ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. We get -1 plus 1i equal to √2 into cos 3π/4 plus i sin 3π/4. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും പോസിറ്റീവ് വരുന്ന ആർഗ്യുമെന്റ് കണ്ടുപിടിച്ചതാണ്. ഇവിടെ കോസ് തീറ്റ നെഗറ്റീവും സൈൻ തീറ്റ പോസിറ്റീവും വരുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ആർഗ്യുമെന്റ് വരുന്നതെങ്കിൽ പൈ മൈനസ് ടേബിൾ വാല്യൂ ആണ്. പൈ മൈനസ് 45, 3π/4 ആൻസർ കിട്ടും. അപ്പോൾ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും സൈൻ നോക്കി നമ്മൾ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം, സൈൻ തീറ്റയും കോസ് തീറ്റയും പോസിറ്റീവ് ആണെങ്കിൽ ആ ടേബിൾ നോക്കി വാല്യൂ എഴുതാം. സൈൻ തീറ്റ പോസിറ്റീവും കോസ് തീറ്റ നെഗറ്റീവും ആണെങ്കിൽ പൈ മൈനസ് ടേബിൾ വാല്യൂ. സൈൻ തീറ്റയും കോസ് തീറ്റയും നെഗറ്റീവ് ആണെങ്കിൽ ടേബിൾ വാല്യൂ -π. കോസ് തീറ്റ പോസിറ്റീവും സൈൻ തീറ്റ നെഗറ്റീവും ആണെങ്കിൽ മൈനസ് ടേബിൾ വാല്യൂ. അപ്പോൾ ഈ ഫോർമുല പഠിക്കുക, പിന്നെ ആ ടേബിളും കൂടെ പഠിച്ചാൽ നമുക്ക് പോളാർ ഫോം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Represent the complex number z equal to √3 minus i in the polar form. √3 minus 1i equal to r into cos theta plus i sin theta. Removing this bracket, we get r cos theta plus i r sin theta. Compare real and imaginary part. We get r cos theta equal to √3, r sin theta equal to -1. Next, find out value of r, that is modulus of z. R equal to √a square plus b square, a equal to √3 and b equal to -1. For √3 whole square plus -1 whole square. √3 square is 3. -1 square is 1. 3 plus 1 equal to 4. √4 equal to 2. We get r equal to 2. Then substitute this value of r in these two equations. We get 2 cos theta equal to √3.
2 sin theta equal to -1. അപ്പോൾ ഇവിടെ നിന്നും കോസ് തീറ്റ എന്ത് കിട്ടും? 2 ഡിവൈഡഡ് ബൈ ആയിട്ട് പോകും. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു √3/2 sin theta equal to -1/2. Then here cos theta is positive and sin theta is negative. Then argument is in the fourth quadrant. Fourth quadrant ആണെങ്കിൽ theta equal to minus table value. Cos theta √3/2 ആണെങ്കിൽ what is the value of theta? √3/2 കിട്ടുന്നത് എവിടെയാണ്? 30 ഡിഗ്രിയിലാണ്. 30 degree means pi/6. Hence theta equal to minus table value equal to minus pi/6. മോഡുലസും കിട്ടി, ആർഗ്യുമെന്റും കിട്ടി. പോളാർ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ √3 - I equal to 2 into cos minus pi/6 plus I sin minus pi/6 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Represent the complex number z equal to -1 minus I √3 in the polar form. -1 minus I √3 equal to r into cos theta plus I sin theta. Then -1 minus I √3 equal to r cos theta plus I r sin theta. Comparing real and imaginary parts, r cos theta equal to -1, r sin theta equal to -√3. Then r equal to formula എന്താണ്? √a² plus b². a equal to -1, b equal to -√3. അപ്പോൾ -1 whole square plus -√3 square. -1 square is +1. √3ന്റെ സ്ക്വയർ 3 ആണ്. രണ്ട് നെഗറ്റീവും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവും ആകും. അപ്പോൾ 1 + 3 that is √4 equal to 2. ഈ 2 എന്ന് പറഞ്ഞ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 2 cos theta equal to -1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 sin theta equal to -√3. അപ്പോൾ cos theta equal to -1/2, sin theta equal to -√3/2. ഇവിടെ cos thetaയും നെഗറ്റീവ് ആണ്, sin thetaയും നെഗറ്റീവ് ആണ്. അപ്പോൾ ഏത് ക്വാഡ്രന്റ് ആണ്? തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ ആർഗ്യുമെന്റ് ഈക്വൽ ടു, അതായത് ഇവിടെ pi- ടേബിൾ വാല്യൂ, അപ്പൊ -π- ടേബിൾ വാല്യൂ. അത് നമുക്ക് എങ്ങനെ എഴുതാം? ടേബിൾ വാല്യൂ -π എന്ന് എഴുതാം. cos theta 1/2 ആണെങ്കിൽ theta equal to 60 ഡിഗ്രി. അപ്പോ ടേബിൾ വാല്യൂ ഈക്വൽ ടു 60, that is pi/3 minus pi. Pi minus 3π divided by 3 equal to -2π/3. അപ്പോൾ r equal to 2, theta equal to -2π/3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? 2 into cos -2π/3 plus I sin -2π/3. അപ്പോൾ ഇപ്പോൾ നമ്മൾ cos തീറ്റയുടെയും sin തീറ്റയുടെയും ആ ഡിഫറൻ്റ് ആയിട്ടുള്ള 4 വാല്യൂസിൻ്റെയും പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺവേർട്ട് ദ കോംപ്ലക്സ് നമ്പർ -16/1 + I √3 into polar form. -16 divided by 1 + I √3 നമ്മൾ പോളാർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് x + iy ഫോമിലുള്ള ഒരു കോംപ്ലക്സ് നമ്പറിനെയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് x + iy ഫോമിലുള്ളതല്ല.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്ന കോംപ്ലക്സ് നമ്പറിനെ എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എഴുതണം. അത് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചതാണ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എങ്ങനെ എഴുതാമെന്ന്. അപ്പോൾ പോളാർ ഫോമിൽ എഴുതേണ്ട ക്വസ്റ്റ്യനിൽ എക്സ് പ്ലസ് ഐ വൈ ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എഴുതണം. ഇതിനെ എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എഴുതണമെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 1 പ്ലസ് ഐ റൂട്ട് 3യുടെ കോൺജുഗേറ്റ് 1 മൈനസ് ഐ റൂട്ട് 3. അപ്പോൾ 1 മൈനസ് ഐ റൂട്ട് 3നെ ന്യൂമറേറ്റർ കൊണ്ടും ഡിനോമിനേറ്റർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് മീൻസ് മൈനസ് 16 ഇൻറ്റു 1 മൈനസ് ഐ റൂട്ട് 3 ഡിവൈഡഡ് ബൈ 1 plus I root 3 into 1 minus I root 3. Here a plus b into a minus b. It is 1 square minus I square root 3 square. 1 square is 1. I square minus I square ആയതുകൊണ്ട് plus ആകും. Root 3 square is 3. 1 plus 3 is 4. 16 by 4 എന്താകും 4 ആകും. അപ്പോൾ മൈനസ് 4 ഇൻറ്റു 1 മൈനസ് ഐ റൂട്ട് 3. അപ്പോൾ ഇത് 1 സ്ക്വയർ പ്ലസ് റൂട്ട് 3 സ്ക്വയർ 1 പ്ലസ് 3 വരും. 1 പ്ലസ് 3 4 ആണ്. 16 by 4 ആൻസർ കിട്ടും. അപ്പോൾ മൈനസ് 4 ഇൻറ്റു 1 മൈനസ് ഐ റൂട്ട് 3. ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എഴുതിയാൽ മൈനസ് 4 പ്ലസ് I 4 root 3. അപ്പോൾ മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 4 മൈനസും മൈനസും പ്ലസ് I 4 root 3. ഹിയർ റിയൽ പാർട്ട് ഈസ് മൈനസ് 4, ഇമാജിനറി പാർട്ട് ഈസ് 4 root 3. ഇനി ഈ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ പോളാർ ഫോമിൽ എഴുതുക. മൈനസ് 4 പ്ലസ് I 4 root 3 ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. Minus 4 plus I 4 root 3 equal to R cos theta plus I R sin theta. Comparing real and imaginary part, R cos theta equal to minus 4. R sin theta equal to 4 root 3. Next, R equal to root A square plus B square. A equal to minus 4, B equal to 4 root 3. അപ്പോൾ minus 4 square plus 4 root 3 square. Minus 4 square is 16. 4 square is 16 into root 3 square is 3. So 16 into 3. 16 into 3 is 48. 48 plus 16 equal to 64. Root 64 equal to 8. That means modulus of z equal to 8. Next find out argument. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ ആറിന്റെ വാല്യൂ ഈ രണ്ടെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8 കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് 4. 8 സൈൻ തീറ്റ ഈക്വൽ ടു 4 റൂട്ട് 3. 8 ഡിനോമിനേറ്ററിലേക്ക് എടുത്താൽ കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് 4 by 8. ദാറ്റ് മീൻസ് മൈനസ് 1 by 2. Sin theta equal to 4 root 3 by 8. 4, 8, 2 times. That means root 3 by 2. Cos theta negative 1 by 2. Sin theta root 3 by 2. Cos നെഗറ്റീവും സൈൻ പോസിറ്റീവും ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആർഗ്യുമെന്റ് ഈക്വൽ ടു പൈ മൈനസ് ടേബിൾ വാല്യൂ. കോസ് തീറ്റ 1 by 2 ആകുന്നത് തീറ്റ 60 ഡിഗ്രി ആകുമ്പോഴാണ്. ദാറ്റ് മീൻസ് പൈ ബൈ 3. അപ്പൊ പൈ മൈനസ് പൈ ബൈ 3. 3 പൈ മൈനസ് പൈ ബൈ 3. ദാറ്റ് മീൻസ് 2 പൈ ബൈ 3. We get R equal to 8 and theta equal to 2 pi by 3. Hence, minus 16 by 1 plus I root 3 equal to
8 into cos 2 pi by 3 plus I sin 2 pi by 3. അപ്പോൾ എക്സ് പ്ലസ് ഐ ബൈ ഫോമിൽ അല്ലാത്ത ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതിനെയും നമുക്ക് എന്ത് ചെയ്യാം? പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ആ കോംപ്ലക്സ് നമ്പറിനെ എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എഴുതണം. നെക്സ്റ്റ് ഹോംവർക്ക് ചെയ്യുക. 5.2 എക്സസൈസിലെ ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ്, ദാറ്റ് മീൻസ് റെപ്രസെന്റ് ഇൻ പോളാർ ഫോം. ഫസ്റ്റ് z equal to minus root 3 plus I. Next 1 minus I, minus 1 minus I. Thank you.